എല്ലാവർക്കും കലീലയും ദിംനയും എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കലീലയും ദിംനയും കലീലയും ദിംനയും. ഒരുപക്ഷെ നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് ഒരു സുന്ദര സായാഹ്നത്തിലെ ഒഴിവുവേളയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിദ്രാവേളയിലെ ആലസ്യത്തിലായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനിലെ ക്യൂവിലായിരിക്കാം. നിങ്ങൾ ഒരു കുട്ടിയോ യുവാവോ യുവതിയോ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ആരുമാകട്ടെ, ഈ കഥകൾ തുടർച്ചയായും ശ്രദ്ധിച്ചും കേൾക്കണം. കാരണം ഈ കഥകൾ കേവലം നേരം പോക്കുകൾക്കുള്ളതല്ല. ഈ കഥകൾ ചരിത്ര കാലഘട്ടങ്ങളിൽ ജ്ഞാനികളുടെ കരങ്ങളിൽ എഴുതപ്പെട്ടവയാണ്. ഈ കഥകൾ അനേകം ഹൃദയങ്ങളിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചവയാണ്. അവരിൽ രാജാക്കന്മാരുണ്ട്, ഭരണകർത്താക്കളുണ്ട്, ന്യായാധിപന്മാരുണ്ട്, സാധാരണ മനുഷ്യരുമുണ്ട്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത കഥകൾ കണ്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സന്ദർശിക്കാവുന്നതാണ്. ഒരു കൗതുകത്തിന് പറയട്ടെ, ഈ കഥയുടെ കേൾവിക്കാരെക്കുറിച്ച് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. ഈ ഒരു സദുദ്യമത്തിനുള്ള അംഗീകാരമായി ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഒരു എളിയ കമന്റ് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കഥയിലേക്ക് കടക്കാം. കേൾക്കുക. ഇതാ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടക്കിയ ശേഷം അലക്സാണ്ടർ തന്റെ പടയോട്ടം കിഴക്കോട്ട് തിരിച്ചു. പേർഷ്യൻ രാജാക്കന്മാരെയും അയൽ രാജ്യങ്ങളെയും തന്നെ വാളിന്റെ കരുത്തിൽ കീഴടക്കിയ അദ്ദേഹം ഇനി മുന്നോട്ട് നീങ്ങേണ്ടത് ഇന്ത്യയിലേക്കാണെന്ന് തീരുമാനിച്ചു. അവിടെ ശക്തനായ ഒരു രാജാവുണ്ടായിരുന്നു, പുരു. അലക്സാണ്ടർ പതിവ് പോലെ പുരുവിന് ഒരു സന്ദേശമയച്ചു. എന്നെ അംഗീകരിക്കൂ, എന്റെ സാമന്തനായി തുടരൂ. പക്ഷേ പുരു കിരീടം നഷ്ടപ്പെടുന്നതിനേക്കാൾ മരണം തന്നെ മെച്ചമെന്ന് വിശ്വസിച്ചവൻ അലക്സാണ്ടറിന്റെ വെല്ലുവിളി സ്വീകരിച്ചു. യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പുരു തന്റെ സൈന്യത്തെ സജ്ജമാക്കി. അനവധി ആനകൾ, വേഗമേറിയ കുതിരകൾ, വീരന്മാരായ പടയാളികൾ. ഒരു മഹായുദ്ധത്തിന്റെ ഗന്ധം ഭൂമിയിൽ പരന്നു. ഈ ഒരുക്കങ്ങളുടെ വാർത്ത അലക്സാണ്ടറിലെത്തി. ഒരു തോൽവി, അതുതന്നെ മഹത്വത്തിന് കളങ്കമാകും, അദ്ദേഹം ചിന്തിച്ചു. അതിനാൽ അലക്സാണ്ടർ ഒരു വിചിത്രമായ തന്ത്രം ആവിഷ്കരിച്ചു. കുതിരകളും സൈനികരും പോലുള്ള പിച്ചള രൂപങ്ങൾ നിർമ്മിച്ചു. അവക്കുള്ളിൽ നാഫ്തയും സൾഫറും നിറച്ചു. സൈന്യത്തിന്റെ മുൻനിരയിൽ നിരത്തി യുദ്ധമാരംഭിച്ചു. പുരുവിന്റെ ആനകൾ ശക്തിയായി മുന്നോട്ട് നീങ്ങി. പക്ഷേ അവ ചുട്ടുപൊള്ളുന്ന പിച്ചള രൂപങ്ങളിൽ തൊട്ടമാത്രയിൽ ചിഹ്നം വിളിച്ചു തിരിഞ്ഞോടി. അലക്സാണ്ടറിന്റെ തന്ത്രം ഫലിച്ചു. പുരുവിന്റെ സൈന്യം സ്വന്തം ആനകളുടെ കാൽക്കീഴിൽ ചതഞ്ഞു. അലക്സാണ്ടർ വിളിച്ചു പറഞ്ഞു, മഹാരാജാവേ, തന്നെ സൈന്യത്തെ രക്ഷിക്കൂ. ഒരു രാജാവ് തന്റെ സൈന്യത്തെ അനാവശ്യമായി ബലിയർപ്പിക്കുന്നത് ഭീരുത്വമാണ്. വരൂ, നമുക്ക് ഒറ്റക്ക് പോരാടാം. ധീരനായ പുരു ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അലക്സാണ്ടറിന്റെ വെല്ലുവിളി സ്വീകരിച്ചു. രണ്ടു രാജാക്കന്മാർ തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. ശക്തി ശക്തിയെ നേരിട്ടു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. ആർക്കും തോൽവിയില്ല. അങ്ങനെ അവസാനം അലക്സാണ്ടർ വീണ്ടും തന്ത്രം പ്രയോഗിച്ചു. പെട്ടെന്ന് തന്റെ സൈന്യത്തിന് നേരെ തിരിഞ്ഞ് നിലവിളിച്ചു. ഈ സമയം പുരുവും തന്റെ സൈന്യത്തിന് നേരെ തിരിഞ്ഞു. ഒരു ചെറിയ അശ്രദ്ധ, അത് മതിയായിരുന്നു. അലക്സാണ്ടർ പിന്നിൽ നിന്ന് ആക്രമിച്ചു. പുരുവിനെ വെട്ടി വീഴ്ത്തി. രാജാവിനെ നഷ്ടപ്പെട്ട സൈന്യം കോപത്തോടെ വീണ്ടും പൊരുതി. പക്ഷേ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അലക്സാണ്ടർ രാജ്യം കൈവശപ്പെടുത്തി. അലക്സാണ്ടർ ഒരു വൈസ്രോയിയെ അധികാരമേൽപ്പിച്ചു. അധികനാൾ നീണ്ടില്ല. ജനങ്ങൾ അന്യദേശക്കാരന്റെ ഭരണത്തിൽ അസ്വസ്ഥരായി. അവർ വൈസ്രോയിയെ പുറത്താക്കി. പുതിയ രാജാവിനെ തിരഞ്ഞെടുത്തു. അവന്റെ പേര് ദബ്ശലിം. ആദ്യത്തിൽ ദബ്ശലിം നല്ല ഭരണാധികാരിയായിരുന്നു. പക്ഷെ അധികാരം മനുഷ്യനെ പരീക്ഷിക്കും. കുറച്ചു സമയം കൊണ്ട് അവന്റെ ഹൃദയം മാറ്റം കൊണ്ടു. നീതി മറഞ്ഞു, ക്രൂരത ഉയർന്നു, ജനങ്ങൾ ഭീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ഈ അനീതിയുടെ കാലത്ത് ജനങ്ങൾക്ക് ആശ്രയമായിരുന്നു ജ്ഞാനിയായ ബൈദവ. അവൻ കേട്ടു, ചിന്തിച്ചു, മനസ്സിലാക്കി. ഇത് സാധാരണ തെറ്റല്ല, ഒരു രാജ്യത്തിന്റെ വീഴ്ചയുടെ തുടക്കമാണ്. ബൈദവ
തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി. അവരെ നോക്കി തികഞ്ഞ വിശ്വാസത്തോടെ അദ്ദേഹം സംസാരിച്ചു. ഈ നിർണായക സമയത്തുപോലും നമ്മൾ മിണ്ടാതിരുന്നാൽ അത് നമ്മുടെ ജ്ഞാനത്തെ തന്നെ നിഷേധിക്കുന്നതാകും. കാരണം മിണ്ടാതിരിക്കുന്ന ജ്ഞാനം മരിച്ച ജ്ഞാനത്തോട് സമാനമാണ്. ബൈദവ പറഞ്ഞു, നമ്മൾ രാജ്യം വിട്ടു പോകാമോ? ഇല്ല. കാരണം രോഗം ഗുരുതരമായിരിക്കുമ്പോൾ വൈദ്യൻ രോഗിയെ ഉപേക്ഷിച്ചു പോകാത്തതുപോലെ രാജ്യം ദുരിതത്തിലാകുമ്പോൾ ജ്ഞാനികൾ അത് ഉപേക്ഷിക്കരുത്. എന്നാൽ നമുക്ക് തുറന്നു പോരാടാൻ കഴിയുമോ? ഇല്ല. കാരണം ക്രൂരമൃഗങ്ങളുടെയും വിഷമുള്ള ഉരകങ്ങളുടെയും സമീപത്തു പോകുന്നവർ എത്ര ജാഗ്രത പുലർത്തുന്നുവോ അതിനേക്കാൾ കൂടുതൽ ജാഗ്രതയാണ് ഒരു ക്രൂരാധിപതിയുടെ മുമ്പിൽ വേണ്ടത്. നമ്മുടെ ആയുധം വാളല്ല, ജ്ഞാനമാണ്. പോരാട്ടമല്ല, ഉപദേശമാണ്. ബൈദവ രാജാവിന്റെ അടുത്തെത്തി. ഉപദേശം ആരംഭിച്ചു. രാജാവേ, നിങ്ങൾ സത്യത്തിന്റെ പാതയിൽ നിന്ന് വഴിതെറ്റിയിരിക്കുന്നു. മഹത്വത്തിലേക്ക് നിങ്ങളെ നയിക്കേണ്ടിയിരുന്ന ഭരണരീതി ഇപ്പോൾ ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നതായിരിക്കുന്നു. നിങ്ങളുടെ നല്ല പേര് നിങ്ങൾ തന്നെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു രാജാവിന്റെ മഹത്വം അവന്റെ ശക്തിയിലല്ല, അവന്റെ നീതിയിലാണ്. സത്യം പറഞ്ഞവനെ രാജാവ് സഹിച്ചില്ല. കോപം അവന്റെ വിവേകത്തെ മറച്ചു. ബൈദവയെ തടവിലാക്കി. പക്ഷെ സത്യത്തെ തടവിലാക്കാൻ കഴിയില്ല. രാത്രിയുടെ നിശബ്ദതയിൽ രാജാവിന്റെ ഹൃദയം തന്നെ അവനെ ചോദ്യം ചെയ്തു. കോപം ഏറ്റവും നിന്ദ്യമായ വികാരമാണ്. അതിർത്തിയറിയാത്തത് അത്യാഗ്രഹമാണ്. സൗഹൃദത്തെയും കൂട്ടായ്മയെയും തകർക്കുന്നത് കപടതയാണ്. മനുഷ്യനെ ചെറുതാക്കുന്നത് അശ്ലീലവും അർത്ഥശൂന്യവുമായ വാക്കുകളാണ്. ജ്ഞാനത്തെ ഞാൻ അപമാനിച്ചു, അവൻ തിരിച്ചറിഞ്ഞു. ബൈദവ മോചിതനായി. രാജാവ് അവനെ ആദരിച്ചു. രാജാവ് ബൈദവയോട് പറഞ്ഞു, എന്റെ പേര് ചരിത്രത്തിൽ നിലനിൽക്കണം. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നീ എഴുതാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിൽ ധാർമ്മികതയുടെ പ്രമാണങ്ങളും ജ്ഞാനപാഠങ്ങളും വെളിച്ചം പോലെ മനുഷ്യരുടെ മനസ്സിൽ തെളിയണം. അതിനെ രസകരമായ കെട്ടുകഥകളിലൂടെ അവതരിപ്പിക്കണം. അവിടെ ഒരു പുതിയ യാത്ര ആരംഭിച്ചു. ബൈദവ ചിന്തിച്ചു, ഒരു തത്വചിന്തകന്റെ വായിൽ നിന്നുള്ള ജ്ഞാനം നിസ്സാരമായ സംഭാഷണവുമായി ചേർന്നാൽ അതിന്റെ മൂല്യം കുറയാം. അപ്പോൾ അദ്ദേഹത്തിനൊരു അത്ഭുതകരമായ ആശയം തോന്നി. മൃഗങ്ങളുടെ വായിലൂടെ സംസാരിപ്പിക്കുക. അങ്ങനെ 2 മൃഗങ്ങളുടെ സംഭാഷണത്തിലൂടെ അദ്ദേഹം തന്റെ ജ്ഞാനം അവതരിപ്പിച്ചു. ഇതൊരു തന്ത്രമായിരുന്നു. അജ്ഞർക്കത് വിനോദമാകും, ജ്ഞാനികൾക്ക് അത് ആഴത്തിലുള്ള പഠനവുമാകും. 14 അധ്യായങ്ങൾ അടങ്ങിയ ഒരു മഹത്തായ കൃതി രൂപം കൊണ്ടു. ഓരോ അധ്യായവും ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും ഉൾക്കൊണ്ടിരുന്നു. ശേഷം ബൈദവ ആ കൃതിയെ ഒരു പുസ്തകമായി ശേഖരിച്ചു. അതിനദ്ദേഹം ഒരു പേര് നൽകി, കലീലയും ദിംനയും. അവസാനം ബൈദവയുടെ കൃതി രാജാവിന്റെ മുന്നിൽ വായിക്കപ്പെട്ടു. ഓരോ കഥയും ഒരു കണ്ണാടി പോലെ മനുഷ്യനെ അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിച്ചു. കാലം കഴിഞ്ഞപ്പോൾ ഈ മഹത്തായ കൃതിയുടെ വാർത്ത ദൂരെ പേർഷ്യയിലേക്കെത്തി. പേർഷ്യൻ രാജാവായ നൗഷർവാൻ അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം ബർസാവി എന്ന വൈദ്യനെ ഇന്ത്യയിലേക്ക് നിയോഗിച്ചു. ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബർസൂയ് എന്ന പേർഷ്യൻ വൈദ്യന്റെ ചരിത്ര നിയോഗത്തിലേക്കാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്റെ ജ്ഞാനത്തിലും കാരുണ്യത്തിലും അവനെ മഹത്വത്തിലേക്കും മാന്യതയിലേക്കും ഉയർത്തി. ഈ ലോകത്തിലെ സുഖത്തിനും പരലോകത്തിലെ രക്ഷയ്ക്കും ആവശ്യമായ മാർഗങ്ങൾ അവന്റെ ഉള്ളിൽ തന്നെ സ്ഥാപിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ വരദാനം വിവേകം തന്നെയാണ്. അത് നന്മയുടെ ഉറവിടവും ജീവിതസുഖത്തിന്റെ താക്കോലും കൊടുങ്കാറ്റുകൾ നിറഞ്ഞ ജീവിത സമുദ്രത്തിൽ മനുഷ്യനെ സുരക്ഷിതമായ തീരത്തേക്ക് നയിക്കുന്ന ദീപസ്തംഭവുമാണ്. പേർഷ്യയിലെ മഹാരാജാവായ നൗഷിർവാൻ വിവേകത്തിലും ദൂരദർശിത്വത്തിലും പ്രശസ്തനായിരുന്നു. സംഭവങ്ങളുടെ അടിസ്ഥാനം കണ്ടെത്താനും അവയിൽ നിന്ന് മികച്ച ഫലങ്ങൾ നേടാനും അദ്ദേഹത്തിന് അസാധാരണമായ കഴിവുണ്ടായിരുന്നു. ഈ ഗുണങ്ങൾ അദ്ദേഹത്തെ മുൻകാല രാജാക്കന്മാരിൽ നിന്ന് വേറിട്ട് നിർത്തി. ഒരു ദിവസം വിവിധ ശാസ്ത്രവിഷയങ്ങളിൽ അന്വേഷണം നടത്തുന്നതിനിടെ ഇന്ത്യയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരത്ഭുത ഗ്രന്ഥത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞു. മനുഷ്യജീവിതത്തെ നയിക്കുന്ന ധാർമ്മികത, നയം, ഭരണപാഠങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരപൂർവ കൃതി. അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ശക്തമായി വളർന്നു. രാജാവ് തന്റെ വിശ്വസ്തനായ വസീർ ബുസുർമിഹിറിനോട് പറഞ്ഞു, പേർഷ്യൻ ഭാഷയും ഇന്ത്യൻ ഭാഷകളും നന്നായി അറിയുന്ന, ജ്ഞാനത്തോടുള്ള തീരാ ദാഹമുള്ള, വിവേകവും കഴിവും നിറഞ്ഞ ഒരാളെ കണ്ടെത്തുക. വസീർ വൈകിയില്ല. അവനുടൻ തന്നെ ബർസൂയ് എന്ന ഒരു വൈദ്യനെ കണ്ടെത്തി. ജ്ഞാനത്തിലും വിവേകത്തിലും മികവുറ്റ ഒരാളെ. ബർസൂയിയെ രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് അവനോട് പറഞ്ഞു, നിന്റെ പാണ്ഡിത്യവും അറിവിനോടുള്ള ആകാംക്ഷയും ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഈ മഹത്തായ ദൗത്യത്തിനായി നിന്നെ തിരഞ്ഞെടുത്തത്.
ഇന്ത്യയിലെ രാജാവിന്റെ ഗ്രന്ഥശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരത്ഭുത ഗ്രന്ഥം നീ കണ്ടെത്തിക്കൊണ്ടുവരണം. ഈ ദൗത്യം വിജയകരമാക്കാൻ വേണ്ട എല്ലാ സഹായവും ഞാൻ നൽകും. നിന്റെ വിജയം നിനക്കും എനിക്കും ഒരുപോലെ മഹത്വം നൽകും. അദ്ദേഹം ഖജനാവിൽ നിന്ന് ആവശ്യമായ ധനം അനുവദിക്കുകയും ജ്യോതിഷികളോട് ശുഭമുഹൂർത്തം നിർണയിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. 20,000 നാണയങ്ങൾ കൈവശമാക്കി ശുഭദിനത്തിൽ ബർസൂയി തന്റെ യാത്രയാരംഭിച്ചു. ഇന്ത്യയിലെത്തിയ ശേഷം അദ്ദേഹം അതീവ ജാഗ്രതയോടെയും വിവേകത്തോടെയും പെരുമാറി. കൊട്ടാരത്തിലെ പ്രമുഖരെയും ജ്ഞാനികളെയും പരിചയപ്പെട്ടു. അവന്റെ സൗമ്യതയും സംസ്കാരവും ആളുകളെ ആകർഷിച്ചു. അല്പകാലത്തിനുള്ളിൽ അവൻ അവരുടെ വീടുകളിലും ഹൃദയങ്ങളിലും സ്വാഗതം ചെയ്യപ്പെട്ട ഒരാളായി മാറി. ഇത് ജ്ഞാനത്തിന്റെ തിരച്ചിലായിരുന്നു. ബർസൂയി മനസ്സിലാക്കി, ജ്ഞാനം ബലം കൊണ്ട് നേടുന്നതല്ല, വിശ്വാസം, വിനയം, സഹിഷ്ണുത ഇവയിലൂടെ മാത്രമേ അതിനെ സ്വന്തമാക്കാൻ കഴിയൂ. എന്നാൽ അവരിലൊരാൾ, മറ്റെല്ലാവരിലും വ്യത്യസ്തനായ ഒരാൾ, ബർസൂയിയുടെ ശ്രദ്ധ പ്രത്യേകമായി പിടിച്ചെടുത്തു. ഒരു ദിവസം ഇരുവരും ശാന്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബർസൂയി തന്റെ ഹൃദയത്തിലെ രഹസ്യത്തിന്റെ വാതിൽ അല്പം തുറന്നു. എന്റെ യാത്രയ്ക്ക് ഞാൻ പറഞ്ഞതിലുപരി മറ്റൊരു ലക്ഷ്യമുണ്ട്, അവൻ പറഞ്ഞു. അവന്റെ സുഹൃത്തൊട്ടും അതിശയിച്ചില്ല. അവൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാൻ അറിയാത്തതല്ല, പക്ഷേ നിന്റെ സൗഹൃദം നേടാനായിരുന്നു ഞാനത് മറച്ചുവെച്ചത്. അവൻ തുടർന്നു പറഞ്ഞു, ഒരു വിവേകനായ മനുഷ്യനെ തിരിച്ചറിയാൻ 8 ഗുണങ്ങളുണ്ടെന്ന് നീ അറിയണം. 1. മാന്യവും സൗഹൃദപരവുമായ പെരുമാറ്റം. 2. സ്വന്തം ഹൃദയത്തെ നിഷ്പക്ഷമായി വിലയിരുത്തൽ. 3. അറിവിന്റെ ആഴം. 4. നിയമപരമായ അധികാരത്തിന് കീഴടങ്ങൽ. 5. അധികാരികളോടുള്ള സൗമ്യത. 6. രഹസ്യ സംഭാഷണങ്ങളിൽ സൂക്ഷ്മത. 7. വാക്കുകളിൽ മിതത്വം. 8. അഭിവാദ്യത്തിൽ വിവേകം. ഈ ഗുണങ്ങൾ ഒരാളിൽ ഒന്നിക്കുന്നുവെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ബർസൂയെ, ഈ ഗുണങ്ങൾ നിനക്കുണ്ട്. ബർസൂയി വിനയത്തോടെ മറുപടി പറഞ്ഞു, ഒരു ജ്ഞാനിയുടെ ഹൃദയം ഒരു കോട്ട പോലെയാണ്. അതിലേൽപ്പിച്ച രഹസ്യം ഒരിക്കലും ചോർന്നുപോകില്ല. അവന്റെ സുഹൃത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സൗഹൃദം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. എന്നാൽ ഒരു രഹസ്യം 2 പേർക്കറിയാമെങ്കിൽ അത് മൂന്നാമനിൽ നിന്നും മറയ്ക്കാൻ പ്രയാസമാണ്. അവൻ രഹസ്യമായി രാജാവിന്റെ ഗ്രന്ഥശാലയിൽ നിന്നുള്ള ആ അപൂർവ ഗ്രന്ഥം ബർസൂയിക്ക് ലഭ്യമാക്കി. ബർസൂയി ദിനവും രാത്രിയും ഒരുപോലെ പരിശ്രമിച്ചു. പുസ്തകങ്ങൾ പഠിച്ചു, അവയെ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു, ഒരു പിഴവുമില്ലാതെ രേഖപ്പെടുത്തി. ഒടുവിൽ അവൻ തന്റെ പ്രവൃത്തി പൂർത്തിയാക്കി. ഉടൻ തന്നെ നൗഷിർവാനെ വിവരമറിയിച്ചു. രാജാവ് സന്തോഷിച്ചു. അവനെ ഉടൻ തിരിച്ചുവരാൻ കൽപ്പിച്ചു. രാജാവ് ഒരു മഹാസഭ വിളിച്ചുകൂട്ടി. അമീറുമാർ, പണ്ഡിതന്മാർ, രാജകോടതി അംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ രാജാവ് ബർസൂയിയോട് പറഞ്ഞു, നീ കൊണ്ടുവന്ന ജ്ഞാനം ഇപ്പോൾ ലോകം കേൾക്കട്ടെ. അങ്ങനെ കലീലയും ദിമ്നയുമെന്ന അമൂല്യ ജ്ഞാനം ആദ്യമായി രാജസഭയിൽ മുഴങ്ങിത്തുടങ്ങി. സദസ്സിലൊത്തുകൂടിയിരുന്ന എല്ലാവരും ബർസൂയി വായിച്ചു കേൾപ്പിച്ച ആ ഗ്രന്ഥത്തിലെ ജ്ഞാനപാഠങ്ങൾ കേട്ടപ്പോൾ അത്ഭുതചകിതരായി. ഈ മഹത്തായ സേവനത്തെ മാനിച്ച് രാജാവ് തന്റെ ഖജനാവിലെ ധനവും അപൂർവ വസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാ സമ്പത്തും ബർസൂയിയുടെ മുന്നിൽ വയ്ക്കാൻ കൽപ്പിച്ചു. എന്നാൽ ബർസൂയി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ രാജ്യത്തിന്റെ ഒരു ഭാഗവും ആവശ്യമില്ല. എന്നാൽ ഒരു ചെറിയ അപേക്ഷ മാത്രമുണ്ട്. എന്റെ ജീവിതവും പ്രവർത്തനങ്ങളും കുറിച്ചുള്ള ഹ്രസ്വവിവരണം ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ചും സിംഹവും കാളയും എന്ന കഥയ്ക്ക് മുൻപായി അത് സ്ഥാപിക്കണം. ഈ ഗ്രന്ഥം നിലനിൽക്കുന്നത് കാലം വരെ അതിലൂടെ എന്റെ പേരും എന്റെ കുടുംബത്തിന്റെ സ്മരണയും നിലനിൽക്കും. ഇനി നമുക്ക് ഈ കഥാഭാഗത്തിന്റെ അന്തസാരങ്ങളിലൂടെ കുറച്ചുനേരം യാത്ര ചെയ്യാം. ഈ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനവും സദാചാരവും മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് തന്റെ ജീവിതം നയിക്കാൻ മടിക്കുന്ന മനുഷ്യൻ, കിടക്കയിൽ കിടന്ന് തന്റെ വീട്ടിൽ കള്ളൻ കയറുന്നത് കണ്ടിട്ടും ഞാൻ ഉറങ്ങുന്നു എന്നു നടിച്ച് ഒന്നും ചെയ്യാതെ കിടക്കുന്നവനെ പോലെയാണ്. അവൻ കള്ളന്റെ ഓരോ ചലനവും ശ്രദ്ധിച്ചു നോക്കുന്നു. പിടിക്കാനുള്ള അവസരമുണ്ടായിട്ടും കാത്തിരിക്കുന്നു. പക്ഷേ ആ മൗനം തന്നെ അവന്റെ നഷ്ടമായി മാറുന്നു. അവസാനം മനുഷ്യനുണരുമ്പോൾ എല്ലാം നഷ്ടമായിരിക്കുന്നു. എന്തിന് ഞാൻ നേരത്തെ പ്രവർത്തിച്ചില്ല എന്ന തിരിച്ചറിവ് മാത്രം ബാക്കിയാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അറിവ് വൃക്ഷമാണ്, പ്രവൃത്തി അതിന്റെ ഫലവും. അറിവുണ്ടെങ്കിലും അത് ഉപയോഗിക്കാത്തവൻ വഴിയറിയുന്നവനായി നിന്നുകൊണ്ട് തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നവനെ പോലെയാണ്. സ്വന്തം തെറ്റുകൾക്കായി അജ്ഞതയെ കുറ്റപ്പെടുത്താൻ അവനാവില്ല. കാരണം അവൻ അറിയാമായിരുന്നിട്ടും പ്രവർത്തിച്ചില്ല. മറ്റൊരു ഉപമ ഇതാണ്.
സ്വന്തം ആരോഗ്യത്തിന് അനുയോജ്യമായ ഭക്ഷണം അറിയുന്ന ഒരാൾ എന്നാൽ അമിത ഭക്ഷണം മൂലം രോഗം വർദ്ധിപ്പിക്കുന്നു. അറിവുണ്ടെങ്കിലും നിയന്ത്രണമില്ലെങ്കിൽ അത് നാശത്തിലേക്കാണ് നയിക്കുന്നത്. അതുപോലെ കണ്ണ് തുറന്നവൻ കുഴിയിൽ വീഴുമ്പോൾ അവൻ അന്ധനേക്കാൾ കൂടുതൽ കുറ്റക്കാരനാണ്. അറിവു തേടുന്ന ഒരാളുടെ ലക്ഷ്യം തനിക്കു പ്രയോജനപ്പെടുന്നത് നേടുക, അതിനെ ജീവിതത്തിൽ പ്രയോഗിക്കുക എന്നതാണ്. അല്ലെങ്കിൽ അത് വെള്ളമൊഴുകുന്നെങ്കിലും ആരെയും നനയിക്കാത്ത ഒരു ഉറവ് പോലെ, അല്ലെങ്കിൽ സ്വന്തം ലാഭമില്ലാതെ മറ്റുള്ളവർക്കായി മാത്രം ജീവിക്കുന്ന പട്ടുനൂൽ പുഴുവിനെപ്പോലെയായിരിക്കും. ഒരു മനുഷ്യൻ അറിവുള്ളവനാണെങ്കിൽ അജ്ഞരെ പഠിപ്പിക്കണം, സമ്പത്തുള്ളവനാണെങ്കിൽ അവശരെ സഹായിക്കണം, മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ കരുണയോടെ കാണണം, വിമർശനത്തോടെയല്ല. ഒരു മനുഷ്യൻ തന്റെ സമയം ചിലവഴിക്കുന്നത് യഥാർത്ഥ ലക്ഷ്യത്തിനല്ലെങ്കിൽ അവൻ നഷ്ടപ്പെടുത്തുന്നത് വിലയേറിയതായിരിക്കും. ഒരു വ്യാപാരിക്ക് സംഭവിച്ചതുപോലെ. ഒരു വ്യാപാരിക്ക് വളരെ വിലപ്പെട്ട ഒരു മുത്തുണ്ടായിരുന്നു. അത് സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഒരു തൊഴിലാളിയെ നിയോഗിച്ചു. ദിവസം 100 ദിനാർ പ്രതിഫലം. തൊഴിലാളിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു മുറിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ഒരു ജോഡി കൈത്താളങ്ങളുണ്ടായിരുന്നു. തൊഴിലാളി വ്യാപാരിയോട് ചോദിച്ചു, "ഇത് വായിക്കാമോ?" വ്യാപാരി പറഞ്ഞു, "അതെ." "അപ്പോൾ നിന്റെ കഴിവ് കാണിക്കൂ." തൊഴിലാളി രാവിലെ മുതൽ വൈകുന്നേരം വരെ താളം പിടിച്ചു വായിച്ചു. ശേഷം അവൻ പറഞ്ഞു, "എന്റെ 100 ദിനാർ തരൂ." വ്യാപാരി പറഞ്ഞു, "നീ ജോലി ചെയ്തിട്ടില്ല." തൊഴിലാളി പറഞ്ഞു, "നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്." അവസാനം വ്യാപാരി പ്രതിഫലം നൽകേണ്ടി വന്നു. എന്നാൽ മുത്തുകൊണ്ടുപോകേണ്ട ജോലി നടന്നില്ല. കഥകൾക്കു പിന്നിലെ അണിയറക്കഥകൾക്ക് തൽക്കാലം ഇവിടെ വിരാമമാകുകയാണ്. ഇനി നമുക്ക് ദബ്ശലമിന്റെ ആ കൊട്ടാരത്തിലേക്ക് തന്നെ പോകാം. സുഹൃത്തുക്കൾക്കിടയിൽ ഒരു വഞ്ചക സുഹൃത്തിന്റെ അരങ്ങേറ്റമാണ് ദബ്ശലിം ആദ്യമായി ബൈദബയോട് ആവിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ബൈദബ ആ കഥ പറഞ്ഞു. ദിസ്താവണ്ടിന്റെ നാട്ടിൽ ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. ദിവസം അദ്ദേഹം അവരെ വിളിച്ചു പറഞ്ഞു, "എന്റെ മക്കളെ, ഈ ലോകത്തിൽ മനുഷ്യൻ 3 കാര്യങ്ങൾ തേടുന്നു: സ്വാതന്ത്ര്യമെന്ന ഭാഗ്യം, ജീവിതത്തിലെ മാന്യത, ഭാവിയിലേക്കുള്ള സുരക്ഷ. എന്നാൽ ഇവ നേടാൻ 4 അടിസ്ഥാന നിബന്ധനകൾ അനിവാര്യമാണ്: സമ്പാദ്യത്തിൽ സത്യസന്ധത, നേടിയതിന്റെ സംരക്ഷണം, ഉൽപാദകരമായ തൊഴിൽ, അതിന്റെ ന്യായമായ ഉപയോഗം. ഇവയിൽ സത്യസന്ധതയില്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഭയത്തിലും ആശങ്കയിലും മുങ്ങിപ്പോകും. ലോകത്തുപോലും അവന്റെ പ്രതീക്ഷകൾ നിരാശയായി മാറും. സമ്പാദ്യം നഷ്ടപ്പെടും, സമ്പത്ത് തകർന്നു വീഴും, അല്ലെങ്കിൽ ഉപയോഗമില്ലാതെ കെട്ടിക്കിടക്കുന്ന ധനം ക്രമേണ ഇല്ലാതാകും. ഒരു പിശുക്കൻ പോലും ചെലവുകൾ നിയന്ത്രിക്കുന്നു എന്ന് കരുതുമ്പോഴും അവന്റെ സമ്പത്ത് അല്പാൽപമായി കുറഞ്ഞുകൊണ്ടേയിരിക്കും. പൂവിന്റെ മണം അല്പമല്പമായി വായുവിൽ ലയിക്കുന്നതുപോലെ. സമ്പത്ത് നിക്ഷേപിക്കുന്നതിൽ അശ്രദ്ധനാണെങ്കിൽ അതിൽ നിന്ന് അവന് ലാഭം കുറവും നഷ്ടം കൂടുതലും. വെള്ളം നിറയ്ക്കുന്ന അരുവികളില്ലാത്ത തടാകം പോലെ അതൊടുവിൽ ശൂന്യമായി തീരും. കാലം കടന്നു. മൂത്തപുത്രൻ മിയൂൺ ദേശത്തേക്ക് യാത്രയായി. ഷാൻസബയും ബന്ദനയും 2 കാളകൾ വളിക്കുന്ന രഥത്തിലായിരുന്നു അവന്റെ യാത്ര. വഴിയിൽ ചെളിയുള്ള പ്രദേശത്തെത്തിയപ്പോൾ ഷാൻസബെ ചെളിയിൽ കുടുങ്ങി. എത്ര ശ്രമിച്ചിട്ടും അവനെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം ക്ഷീണിച്ച യാത്രക്കാരൻ കോപത്തോടെ കാളയെ ചില ആളുകളുടെ സംരക്ഷണത്തിൽ വിട്ട് യാത്ര തുടർന്നു. പിന്നീടവൻ പിന്തുടരുമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ അവനെ നോക്കാൻ നിയോഗിച്ച ആളുകൾ രാത്രി മുഴുവൻ കാത്തിരുന്നിട്ടും ഒടുവിൽ മടുത്ത് കാള ചത്തു എന്ന് തെറ്റായി യജമാനനോടറിയിച്ചു. ഇത് മനുഷ്യജീവിതത്തിന്റെ സത്യമാണ്. മരണസമയമെത്തുമ്പോൾ മനുഷ്യന്റെ ശ്രമങ്ങളെല്ലാം വിഫലമാകും. അവന്റെ ജാഗ്രതയ്ക്കുപോലും വിധിയെ തടയാൻ കഴിയില്ല. അതൊരു മനുഷ്യനെ പോലെയാണ്. വന്യമൃഗങ്ങൾ നിറഞ്ഞ മരുഭൂമിയിൽ ഒരു ചെന്നായ അവനെ പിന്തുടരുന്നു. രക്ഷപ്പെടാൻ വഴിതേടിയവൻ ഒരു നദിയുടെ കരയിലെത്തുന്നു. ഭയത്തിലവൻ നീന്താനറിയാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അവൻ മുങ്ങിപ്പോകാൻ പോകുമ്പോൾ നദീകരയിലെ ആളുകൾ അവനെ രക്ഷപ്പെടുത്തി ഒരു കുടിലിൽ പാർപ്പിക്കുന്നു. പക്ഷെ ആ രാത്രി തന്നെ കൊള്ളമുതലുകൾ വീതം വയ്ക്കാനായി കള്ളന്മാർ ആ കുടിലിൽ വന്നു കയറുന്നു. കള്ളന്മാരെ ഭയന്ന് അവൻ പുറത്തേക്കോടി. കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ആശ്വാസത്തോടെ ഒരു മതിലിൽ ചാരി നിൽക്കുന്നു. എന്നാൽ അവസാനം ആ മതിൽ അവന്റെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുന്നു. ഇങ്ങനെ ഓരോ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലുകളും അടുത്തതിലേക്കുള്ള കാൽവെപ്പുകളാകുന്നു. ഇടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഷാൻസബെ കാള ചെളിയിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടു. സമൃദ്ധമായ മേച്ചിൽപ്പുറങ്ങളിൽ മേഞ്ഞു. അവൻ ശക്തന. അടുത്തുള്ള വലിയ വനത്തിൽ പിങ്കളകൻ എന്ന സിംഹം രാജാവായി വാണിരുന്നു. അവന്റെ ചുറ്റും ചെന്നായക്കൾ, കുറുക്കന്മാർ, ചീറ്റപ്പുലികൾ തുടങ്ങി നിരവധി മൃഗങ്ങളുണ്ടായിരുന്നു.
എന്നാൽ പിങ്കളകന് തന്റെ ജ്ഞാനത്തിലും ശക്തിയിലും അമിതമായ അഭിമാനമായിരുന്നു. അവൻ മറ്റാരുടെയും ഉപദേശം സ്വീകരിക്കാറില്ല. ഒരു ദിവസം ഷാൻസബയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടപ്പോൾ പിങ്കളകൻ ഭയപ്പെട്ടു. ഭയം കാരണം അവൻ പുറത്തിറങ്ങാതെയായി. ഇപ്പോൾ ഇവിടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിക്കുന്നു: കലീലയും ദിംനയും. പിങ്കളകന്റെ പരിചരകളിൽപ്പെട്ട 2 കുറുക്കന്മാർ, രാജാവിന്റെ ഉച്ഛിഷ്ടം സ്വപ്നം കണ്ടിരുന്ന തന്ത്രശാലികൾ. കഥ കേട്ട് നേരം ഒരുപാട് നീങ്ങിയതറിഞ്ഞില്ല അല്ലേ? ഇനി അടുത്ത എപ്പിസോഡിലാകാം. അതുവരെ എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കലീലയും ദിംനയും, കലീലയും ദിംനയും.